പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുകയാണ്. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിൽ പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണമുണ്ടായി. രാജ്യത്തെ ഇന്ത്യൻ സമൂഹവുമായി പ്രധാനമന്ത്രി സംവദിച്ചു. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ രാഷ്ട്രത്തലവന്മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചർച്ച നടത്തും. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി അദ്ദേഹത്തിൻ്റെ വിദേശ സന്ദർശനത്തിൻ്റെ വിവരങ്ങളുമായി ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ബൽറാം, പറയൂ. വെരി ഗുഡ് മോർണിംഗ് SKN. 5 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ 5 മണിയോടെയാണ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിൽ എത്തിയത്. അദ്ദേഹത്തിന് ഊഷ്മളമായ ഒരു സ്വീകരണമാണ് വിമാനത്താവളത്തിൽ ലഭിച്ചത്. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യൻ വംശജയുമായ കമല പ്രസാദ് ബിസേസറിന്റെ നേതൃത്വത്തിൽ 38 മന്ത്രിമാരും 4 MP-മാരും അടങ്ങുന്ന ഉജ്ജ്വലമായ സ്വീകരണം അദ്ദേഹത്തിന് ലഭിച്ചു. ഒപ്പം തന്നെ ഗാർഡ് ഓഫ് ഓണറും വിമാനത്താവളത്തിൽ വെച്ച് തന്നെ പ്രധാനമന്ത്രി സ്വീകരിച്ചു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്നുള്ളത് ഇന്ത്യൻ സമൂഹവും അദ്ദേഹത്തെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. പരമ്പരാഗത ഇന്ത്യൻ വാദ്യ നൃത്തങ്ങൾ അടങ്ങുന്ന സ്വീകരണമാണ് അദ്ദേഹത്തിന് വിമാനത്താവളത്തിൽ ഇന്ത്യൻ സമൂഹം ഒരുക്കിയത്. അവിടുത്തെ പ്രധാനമന്ത്രിയുടെ ആദ്യ പരിപാടി തന്നെ ഇന്ത്യൻ സമൂഹവുമായുള്ള സംവാദം ആയിരുന്നു. ഈ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ ജനസംഖ്യയുടെ 50% ഇന്ത്യൻ വംശജരാണ്. 6 തലമുറ മുമ്പ് ഇന്ത്യയിൽ നിന്നും കുടിയേറിയവരുടെ പിൻതലമുറക്കാരാണ് അവിടെയുള്ള ജനങ്ങളിൽ പകുതിയോളം. ഇവരുമായി സംവദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയും ട്രിനിഡാഡ് ടൊബാഗോയും തമ്മിലുള്ള സാംസ്കാരിക ബന്ധം അത് എടുത്തു പറഞ്ഞു. 6 തലമുറ മുമ്പ് അവിടെ എത്തിയ ആളുകൾ അവരുടെ ത്യാഗങ്ങൾ, പരിശ്രമങ്ങൾ എല്ലാം തന്നെ എടുത്തു പറഞ്ഞ പ്രധാനമന്ത്രി അവർ അതേസമയം ഇന്ത്യൻ സംസ്കാരം കൈവിട്ടില്ല എന്ന് പറഞ്ഞു. ഇതുകൂടാതെ ഏറ്റവും വലിയ ഒരു പ്രഖ്യാപനം പ്രധാനമന്ത്രി ഈ പ്രസംഗത്തിനിടെ നടത്തിയിരിക്കുന്നത് ട്രിനിഡാഡ് ടൊബാഗോയിൽ ഉള്ള ഈ 6ാം തലമുറയിൽപ്പെട്ട ഇന്ത്യക്കാർക്ക് അവർക്ക് പ്രവാസി ഭാരതീയ കാർഡുകൾ നൽകും എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലുള്ള വളർച്ച സംബന്ധിച്ച് അദ്ദേഹം അവിടുത്തെ ഇന്ത്യൻ സമൂഹവുമായി സംസാരിച്ചു. ഇന്ത്യ ഒട്ടേറെ വളർച്ച കൈവരിച്ചിരിക്കുന്നു. കൂടാതെ കമല പ്രസാദിൻ്റെ ഇന്ത്യൻ ബന്ധവുമായി ബന്ധപ്പെട്ടും അദ്ദേഹം സംസാരിച്ചു. അവരെക്കുറിച്ച് ഇന്ത്യക്കാർക്ക് ഏറെ അഭിമാനകരമാണ് എന്നും ഒപ്പം തന്നെ ബീഹാർ ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിൻ്റെ മുഴുവൻ അഭിമാനമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് അദ്ദേഹം ട്രിനിഡാഡ് ടൊബാഗോയുടെ പ്രധാനമന്ത്രിയും പ്രസിഡന്റുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. സാംസ്കാരിക മേഖല, കൃഷി, ശാസ്ത്ര സാങ്കേതിക മേഖല, വാണിജ്യം, വ്യവസായം ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കും ഈ ചർച്ചകൾ നടക്കുക. ഇരു രാജ്യങ്ങളും തമ്മിൽ ചില ധാരണാപത്രങ്ങളിൽ ഒപ്പുവെക്കും എന്നുമാണ് വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന വിവരം. SKN. ഓക്കെ, താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.